ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വക്ത എന്നാൽ സംസാരിക്കുന്ന ആളാണ്. പ്രവക്ത പ്രകർഷേണ വക്തും ശീലം അസ്യേതി. വിശേഷപ്പെട്ട ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് പ്രവക്ത എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. എല്ലാ വിഷയങ്ങളെയും ആധികാരികമായി സംസാരിക്കുന്ന അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശുക്രനിത, പ്രിയമുള്ള പ്രേക്ഷകരെ, മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ അടുത്ത സുഹൃത്തായ ബുധൻ്റെ ക്ഷേത്രം മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ പരമശത്രുവായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേവലം 28 ദിവസമാണ് ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാവുക. പിന്നീട് ചിങ്ങൻ രാശി, പിന്നീട് ശുക്രൻ തൻ്റെ നീചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കും. ഉച്ചക്ഷേത്രം കഴിഞ്ഞ് സ്വക്ഷേത്രം കഴിഞ്ഞു. ഇനി ശുക്രൻ പ്രവേശിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തൻ്റെ നീചക്ഷേത്രമായ കന്നിരാശിയിലാണ്. ശുക്രനെ കൊണ്ടാണ് എല്ലാവിധ ഭൗതിക സുഖങ്ങളും നാം ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് സ്ത്രീകളെ ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് ആഡംബര സുഖഭോഗ വസ്തുക്കളെ ചിന്തിക്കുന്നത്, വാഹനങ്ങളെ ചിന്തിക്കുന്നത്. അതിനാൽ ശുക്രൻ നീചസ്ഥനാകുമ്പോൾ പലപ്പോഴും, പ്രത്യേകിച്ച് കർക്കിടക രാശിയിൽ അത്യന്തം ശത്രുവായ ചന്ദ്രക്ഷേത്രമായ കർക്കിടക രാശിയിൽ വരുമ്പോൾ പോലും ശുക്രൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാം. ദിഭാര്യോർത്തി ഭീരുർ പ്രബല മതശോകസ്യ ശശിമേ. കർക്കിടകത്തിൽ ആശയഫലം വരാഹ മിഹിര ആചാര്യർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ്വിഭാര്യ അർത്ഥി. 2 ഭാര്യമാരുണ്ടാവുക, അല്ലെങ്കിൽ 2 സ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ടാവുക. ഭാര്യയല്ലാതെ മറ്റ് സ്ത്രീകൾ കടന്നു വരിക. അർത്ഥി, ആഗ്രഹിക്കുന്ന ആളാവുക, അനേകം സ്ത്രീകളെ ആഗ്രഹിക്കുക. കർക്കിടകം ബഹുവാദ രാശിയാണ്. പ്രബല മതശോകശ്ച, പ്രബലമായ മതം, കാമം, ദുഃഖം, വിരഹം ഇതൊക്കെ അനുഭവിക്കും. അതിനാൽ ശുക്രൻ പല രാശിക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ, പേരുദോഷങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ട് പോക്സോ കേസ്, ഇതിലൊക്കെ ഈ ശുക്രൻ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൈവരുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്രം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് തുലാൻ രാശി 4-ാം ഭാവത്തിൻ്റെ, മറ്റൊന്ന് 11-ാം ഭാവത്തിൻ്റെ ലാഭഭാവം ഇടവൻ രാശിയുടെ ആധിപത്യമാണ്. അതിനാൽ ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. വാഹനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം ലഭിക്കും. അപ്രകാരം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ധർമ്മദൈവ സങ്കേതങ്ങളിലൊക്കെ തനിക്ക് ചെയ്യുവാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനത്തൊക്കെ അത് നവീകരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വ്യാപരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നല്ല വസ്ത്രം ധരിച്ച് നല്ല സൗഹൃദങ്ങളുണ്ടാകും. പയ്യന്മാർക്ക് പ്രണയികളെ, അല്ലെങ്കിൽ അപ്രകാരം തന്നെ പ്രണയിനികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമിതാവിനെ ലഭിക്കുക. വിവാഹ വിഷയങ്ങൾക്ക് തീരുമാനങ്ങളാവുക. പുത്തൻ വീടിനെ പറ്റി ചിന്തിക്കുക. ഭൂമി ലഭിക്കുക. ആഡംബരങ്ങളുമായി ബന്ധപ്പെടുന്ന സാധന സാമഗ്രി ലഭിക്കുക. പഴയ കാറ് മാറ്റുക, പുതിയ കാർ എടുക്കുക. അതിനൊക്കെ വളരെ അനുകൂലമാണ്. കർക്കിടക രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്. ജന്മവ്യാഴം വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും. പക്ഷേ ഈ ശുക്രൻ്റെ ഒരു യോഗം, കുറച്ചും കൂടി ഭൗതിക സുഖങ്ങളൊക്കെ ലഭിക്കുക, നല്ല സൗഹൃദങ്ങൾ ലഭിക്കുക, സുഹൃത്തുക്കളെ ട്രീറ്റ് ചെയ്യുക, ഇതിനൊക്കെ വളരെ അനുകൂലമാണ്. യാത്രാ പദ്ധതി ആവിഷ്കരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. വിദേശയാത്രകൾ അല്ലെങ്കിൽ തൻ്റെ വിസ ലഭിക്കാതെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളാവുക. അതിലൂടെ തനിക്ക് വളരെയധികം മാറ്റങ്ങൾ വരുന്ന സമയമാണെന്നറിയുക. ഏതായാലും വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ കർക്കിടക രാശിക്കാരെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.